യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഹാലേലൂയ. രാജാതിരാജവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താതി കർത്തവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ ബോധപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നുവന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാം സർവ്വകൃപാലു വരിക്കുന്ന ദൈവം അടിയുടെ ജീവിതത്തിലും ഒരുക്കുന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ ബോധപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രികളിൽ നാം ആയിരുന്ന ഇടങ്ങളിലൊക്കെയും ദൈവത്തിന്റെ കൃപയാ ദൈവം നമ്മെ കാത്തു പരിപാലിച്ചു. ആയുസ്സും ആരോഗ്യമൊക്കെ തന്ന് ദൈവം പരിപാലിച്ച് ലോകത്ത് നിലനിർത്തിയ എല്ലാ ദൈവത്തിന്റെ കൃപകൾക്കായിട്ട്, ദൈവത്തിന്റെ കരുതലിനായിട്ട്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മെ ദൈവം വിളിച്ച ദൈവം വിശ്വസ്തനാകുന്ന സ്തോത്രം. അന്ത്യത്തോളം കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുവാൻ മതിയായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവിന്റെ ചിറകിന്റെ മറവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാം. സർവശക്തനായ ദൈവീപ്പൽക്കാലം നമുക്ക് ദൈവത്തിന്റെ കൃപയും ശക്തിയും ബലവും തന്ന് ദൈവം നമ്മെ വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും. ആമേ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. നമ്മെ ശക്തനാക്കുന്ന ദൈവം നമ്മെ പ്രാപ്തനാക്കി മാറ്റും. പ്രിയ ദൈവമക്കളെ സ്തോത്രം. ചിലതൊക്കെ ദൈവം നമ്മിൽ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും നമുക്ക് കഴിവില്ല, നമുക്കതിന് സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ അയോഗ്യരാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോഴും ദൈവത്തിന്റെ കൃപയും ശക്തിയും തന്നെ നമ്മെ പ്രാപ്തനാക്കുന്ന ഒരു സർവശക്തനായ ദൈവം. സ്തോത്രം. കഴിഞ്ഞ നാളേക്കിൽ സ്തോത്രം. ശക്തിയില്ല, കഴിവില്ല, എന്നെ കൊണ്ട് ഇതിന് സാധിക്കത്തില്ല, എനിക്കിതിനകത്ത് ജയിക്കുവാനായിട്ട് കഴിയില്ല, ഈ പ്രശ്നത്തെ എനിക്ക് മറികടക്കുവാനായിട്ട് കഴിയത്തില്ല, ഈ രോഗം എന്നെ കൊണ്ട് ഈ രോഗം കൊണ്ട് ഞാനിവിടെ തീർന്നു പോകും, ഈ കടന്നു വന്ന പ്രശ്നം കൊണ്ട് ഞാനിവിടെ തകർന്നു പോകും എന്നൊക്കെ ജീവിതത്തിന്റെ പ്രയാസം കൂടെ മധ്യത്തിൽ നിരാശകളും ആകുലതകളും കടന്നു വന്നുവെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ചിലതിനെ ജയിക്കുവാൻ ആവശ്യമായ, ചിലതിനെ ചാടിക്കടക്കുവാൻ ആവശ്യമായ ദൈവത്തിന്റെ ശക്തിയും കൃപയും ദൈവം നമ്മളെ മേൽ പകരും. ദൈവം നമ്മെ പ്രാപ്തനാക്കി ദൈവം നിർത്തും. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്കെതിരെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്ന സ്തോത്രം. അപ്പം നമ്മെ ശക്തനാക്കുന്നത് നമ്മുടെ കഴിവോ നമ്മുടെ യോഗ്യതയോ നമ്മുടെ എക്സ്പീരിയൻസോ നമ്മുടെ ക്വാളിഫിക്കേഷനോ ഒന്നും അല്ല. നമ്മെ ശക്തനാക്കുന്നത് ക്രിസ്തു മുഖാന്തരം. ഹല്ലേലൂയ. ഞാൻ സകലത്തിലും മതിയാക്കുന്നു. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖം. അപ്പം നമ്മെ ശക്തനാക്കുന്നത് ആരാണ്? പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ശക്തി നാം ആശ്രയിക്കുമ്പോൾ നമ്മുടെ കഴിവ് നമ്മുടെ യോഗ്യതകളിലൊക്കെ നമ്മൾ ശക്തി ഉണ്ട്, എൻ്റെ ശക്തി കൊണ്ട് പലതും നേടാമെന്ന് പറയുമ്പോൾ ആ ശക്തിയൊക്കെയും ക്ഷീണിച്ചും തളർന്നു പോകുമ്പോൾ പല സാഹചര്യങ്ങളും ആ ശക്തി കൊണ്ട് നമുക്ക് ജയിക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ നിരാശപ്പെടേണ്ട, ആകുലപ്പെട്ടു പോകണ്ട. നമ്മെ ശക്തനാക്കുന്ന ക്രിസ്തു ഹല്ലേലൂയ മുഖാന്തരം നാം സകലത്തിലും മതിയാക്കും. നമ്മെ ശക്തനാക്കി നിർത്തും. നിന്നെ അയോഗ്യരായി കണ്ടവരുടെ മധ്യത്തിൽ, നിന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് കളഞ്ഞവരുടെ മധ്യത്തിൽ, നിന്നെ അവഗണിച്ചവരുടെ നടുവിൽ സ്തോത്ര നിന്നെ കൊണ്ട് ദൈവം ചിലത് ചെയ്യിപ്പിക്കാൻ പോകുക. സ്തോത്ര ഹല്ലേലൂയ. നിന്റെ മുമ്പിലുള്ള പരാജയങ്ങളെ ദൈവം മാറ്റുവാനായിട്ട് ഇടയത്തീരും. ജയത്തിലേക്ക് ദൈവം നിന്നെ കരം പിടിച്ചു കയറ്റുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. നമ്മെ ശക്തനാക്കുന്ന ക്രിസ്തു. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കുക, ആ ശക്തി നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ ദൈവം നമ്മിൽ കുറിച്ച് എന്താണ് ചെയ്യിക്കുവാൻ, നമ്മിൽ കൊണ്ട് എന്ത് ചെയ്യിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അതിനുള്ള കൃപ, അതിനുള്ള ശക്തി ദൈവം നമ്മുടെ മേൽ പകരും. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു കർത്താവിന്റെ പിതാവിനോട് ഇപ്രകാരം ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്: കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടം നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് പിതാവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത യേശു കർത്താവിനെ കാണുവാൻ സാധിക്കുന്നു. അവിടെ ആ പാനപാത്രം കുടിക്കുക എന്നത് യേശു കർത്താവിന്റെ മുമ്പിൽ പിതാവായ ദൈവം കണ്ടിരുന്ന ഒരു പ്രവൃത്തി ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ അത് മാറ്റുകയല്ല. പക്ഷേ അതിനെ ജയിക്കുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപയും ശക്തിയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ദൂതനെ ഇറക്കി ദൈവം തന്നെ ശക്തീകരിച്ചോ, തനിക്ക് ഒരിടത്തും പരാജയം
പരാജയപ്പെടുവാനായിട്ട് ഇടയായി തീരാതവണ സകലത്തിലും ജയിച്ച് പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചതിന്റെ ഉദ്ദേശം പൂർണ്ണമായി നിറവേറ്റി ഹല്ലേലൂയ താൻ പിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ട് ഇടയായി തീർന്നുവെക്ക്. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നെ കൊണ്ട് ചിലതൊക്കെ ചെയ്ത് പൂർത്തീകരിപ്പാൻ ആവശ്യമായ അതേ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ശക്തി നിന്റെ കുടുംബത്തിനകത്ത് ചെയ്യേണ്ടത്, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്, നിന്റെ ബിസിനസ് മേഖലയിൽ ചെയ്യേണ്ടത്, ആത്മീയ മേഖലയിൽ ചെയ്യേണ്ടതിനെ ചെയ്യുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപയെ, ദൈവത്തിന്റെ ശക്തിയെ ജയിച്ച കർത്താവ് നിന്റെ മേൽ പകരുവാനായിട്ട് ഇടയായിത്തീരോ. ക്രിസ്തു മുഖാന്തരം ഹല്ലേലൂയ അതെ ക്രിസ്തു നമ്മെ ശക്തീകരിക്കും. ഹല്ലേലൂയ യേശു ക്രിസ്തു കർത്താവ് ഹല്ലേലൂയ മരണത്തിൽ ജയിച്ച കർത്താവ് അതേ സ്തോത്രം നമ്മെ ഈ പകൽക്കാലം നമ്മെ പരാജയപ്പെടുത്തുന്ന മേഖലകളെ ജയിച്ച് കയറുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപയെ ദൈവം പകരുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ സാഹചര്യങ്ങളെ നോക്കി നിരാശപ്പെട്ടു പോകണ്ട. സ്തോത്രം പഴയ ദൈവത്തിലേക്ക് കടന്നു വരുമ്പോ സ്തോത്ര പ്രാപ്തി ഇല്ല എന്ന് പറഞ്ഞ് അതേ സ്തോത്രം ഹല്ലേലൂയ മാറ്റി നിർത്തിയവനെ അതേ വെല്ലുവിളിച്ച് ഫെലിസ്ത്യന്റെ മുമ്പാകെ ആ ഫെലിസ്ത്യന്റെ സൈന്യത്തെ തകർക്കുക, ഫെലിസ്ത്യ കൂട്ടത്തിന്റെ മല്ലനായിരിക്കുന്നു ഗോലിയത്തിനെ തകർക്കുക ദൈവം പ്രാപ്തനാക്കി നിർത്തുവാനായിട്ട് ഇടയായി തീർന്നുവെക്കെ. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ശത്രുമണ്ഡലത്തെ തകർക്കുക ദൈവം നിന്നെ ഉപയോഗിക്കുവാനായിട്ട് ഇടയത്തിര. നിന്റെ കുടുംബത്തിനെതിരായി കടന്നു വരുന്ന വെല്ലുവിളിക്ക് മുമ്പിൽ നിൽക്കുന്ന ചിലതിനെ, പ്രശ്നങ്ങളെ ചിലതിനെ ജയിക്കുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപയെ ദൈവം പകരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 33-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, ശൗൽ ദാവീദിനോട് ഈ ഫെലിസ്ത്യനോട് ചെന്ന് അംഗം പൊരുതുക, നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ഇവിടെ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ശമൂവേലിനെ പറ്റി ചിന്തിക്കുമ്പോൾ സ്തോത്രം ദാവീദിനെ പറ്റി ചിന്തിക്കുമ്പോൾ ദാവീദ് ആരാണെന്ന് നമുക്ക് വ്യക്തമായി തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദാവീദ് തന്നെ പറയുവാനായിട്ട് ഇടയത്തുന്ന സങ്കീർത്തനത്തെ അനർത്ഥ ദിവസത്തെ അവൻ നിന്റെ കൂടാരത്തിൽ ഒളിപ്പിച്ച് തിരുനിവാസത്തിന്റെ മറവിൽ മറിച്ച് പാറമേൽ ഉയർത്തുന്ന ഒരു സർവശക്തനായ ദൈവത്തെ 27-ാം അധ്യായത്തിൽ വർണ്ണിച്ചു കൊണ്ട് പറയുമ്പോൾ ഇപ്രകാരം പറയുന്നു, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവനെ ചേർത്തുകൊള്ളുക. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ സ്തോത്ര ഹല്ലേലൂയ. കൂരിന്റെ അനുഭവത്തിൽ കൂടി കടന്നു പോയാലാ, മരണ താൽവരിൽ കൂടെ നടുവിൽ കൂടി നീ കടന്നു പോയാലാ, നിന്നെ ഉയർത്തേവ ദൈവ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ആർക്കും നിന്നെ മറയ്ക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലാ, ആർക്കും ചിലതിനകത്ത് നിന്നെ ഒളിപ്പിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലാ, ദൈവിക വാഗ്ദത്തമുള്ളതിനെ ഒളിപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ദൈവിക വാഗ്ദത്ത പ്രകാരം പുറത്തു വരേണ്ടതിനെ മറയ്ക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതേ സ്തോത്ര പ്രശ്നത്തിന്റെ മധ്യ ദൈവം നിന്നെ മറയ്ക്കുകയും നിന്നെ ഒളിപ്പിക്കുകയും ചെയ്തിട്ട് അതേ ശത്രുഗണത്തിന്റെ മുമ്പാക്കെ നിന്നെ ഉയർത്തി മാനിക്കുന്ന ക്രിസ്തുവാകുന്ന പാറമേ നിന്നെ ഉയർത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ചില ടൈം ചിലപ്പോൾ ആരും നിന്നെ കാണുന്നില്ലായിരിക്കും, ചില സാഹചര്യങ്ങൾ നീ എവിടെ ഉണ്ടെന്ന് പോലും ആർക്കും മനസ്സിലാകുന്നില്ലായിരിക്കാം. പക്ഷേ ഹല്ലേലൂയ ആ ഒരു ടൈം കഴിഞ്ഞ ശേഷം നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രത്തിന്റെ 16-ാം അധ്യായത്തിലൊക്കെ കടന്നു വരുമ്പോ യഹോവയെ ദൈവം ശമൂവേലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ തൈലക്കൊമ്പും എടുത്തുകൊണ്ട് ഇസ്സായിയുടെ ഭവനത്തിലേക്ക് കടന്നു പോവുക, ഇസ്സായിയുടെ മക്കളിൽ ഒരുവനെ ഞാൻ അഭിഷേകം ചെയ്യുവാനായിട്ട് അത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് തന്നെ ആ ഭവനത്തിലേക്ക് അയക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഒരു രാജാവായി അഭിഷേകം ചെയ്യേണ്ടതിനായിട്ട്. എന്നിട്ട് ശമൂവേലിനോട് യഹോവയെ ദൈവം പറയുന്ന ഒരു കാര്യം സ്തോത്രം, ആരുടെ പൊക്കമോ മുഖമോ ഒന്നും നോക്കരുത്. അതേ സ്തോത്രം, ഞാൻ അവരെ തള്ളിക്കളഞ്ഞത്. പ്രിയ ദൈവമക്കളെ, യോഗ്യന്മാരെന്ന് പറഞ്ഞ് ഹല്ലേലൂയ അതേ സാമർഥ്യമുണ്ട്, പ്രാപ്തിയുണ്ട് എന്ന് പറഞ്ഞ് അതേ മനുഷ്യർ കാണുന്നതിനെ ദൈവം തള്ളിക്കളയും. കാരണം എന്താ? മനുഷ്യർ മുഖത്ത് നോക്കുമ്പോൾ സ്തോത്രം യഹോവയ ദൈവം നമ്മുടെ ഹൃദയത്തെ നോക്കുന്നുണ്ട്. നിന്റെ വിശ്വസ്തത കാണുന്ന ഒരു ദൈവ, നീ പരമാർത്ഥതയോടെ നിന്നെ ഏൽപ്പിച്ചതിനെ
നീ നിറവേറ്റുന്നത് കാണുന്ന ഒരു സർവശക്തനായ ദൈവം, അവരെ ആ ദൈവം ചിലത് പരമേൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്, അവരെ പിന്നിൽ നിൽക്കുന്ന ചിലതിനെ മുൻപന്തിയിൽ കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീരുന്നത്, അവരെയാണ് മനുഷ്യർ താഴ്ത്തിക്കളയുമ്പോൾ ദൈവം ഉയർത്തുവാനായിട്ട് ഇടയായിത്തീരുന്നത്. യഹോവയെ ദൈവം ശമയോട് പറഞ്ഞു, അവരെ തള്ളിക്കളഞ്ഞിരിക്കുക. ഹല്ലേലൂയ. മനുഷ്യർ മുഖത്തു നോക്കുമ്പോൾ യഹോവയെ ദൈവം ഹൃദയങ്ങളെ കാണുന്നു. ഇന്ന് ഈ പകൽക്കാലവും നിന്റെ ഹൃദയത്തെ കാണുന്നത് ആ ദൈവം. സ്തോത്ര. നിന്റെ പൊസിഷൻ എന്താണ് എന്നത് എന്റെ ദൈവത്തിന് ഒരു വിഷയമല്ല. നീ ദൈവത്തിന്റെ പരമാർത്ഥതയോടെ വിശ്വസ്തയോടെ നിന്നെ ഏൽപ്പിച്ചത് നീ ഉത്തരവാദിത്വത്തോടെ ആയിരിക്കുന്നുവോ? ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ആരും കാണാതെ കിടന്ന ദാവീദിനെ പുറത്തു കൊണ്ടുവന്ന് അഭിഷേകം ചെയ്തതുപോലെ പ്രിയ ദൈവ പൈതലേ, നിന്നെ പുറത്തു കൊണ്ടുവരേണ്ട സമയത്ത് ആളയച്ചു വിളിപ്പിച്ചു വരുത്തി നിന്നെ മാനിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്റെ പേര് പറയാൻ ആരും കാണത്തില്ലായിരിക്കാം. ഇങ്ങനെ ഒരുവനുണ്ടെന്ന് പറയുവാൻ പോലും ആരും ഓർക്കാത്ത ഒരു കാലഘട്ടം നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം. സ്തോത്ര. പല അവഗണനകൾ ജീവിതത്തിൽ കടന്നു വരാ. കാരണം എന്താ? അതേ ഇശായിയുടെ ഭവനത്തിനകത്ത് നല്ലൊരു ഫംഗ്ഷൻ നടക്കുമ്പോഴും ഇവിടെ എന്ത് ചെയ്യുന്നു? എല്ലാ മക്കളും ഉണ്ട്. പക്ഷേ അതേ ദൈവം കണ്ടിട്ടുള്ളവൻ കാണത്തില്ല. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ദൈവം ഒരുവനെ മാനിക്കുവാൻ പദ്ധതിയിട്ട മനുഷ്യൻ ചിലയിടത്തൊക്കെ നിന്നെ അവഗണിച്ച് കളയും. സ്തോത്ര. ഹല്ലേലൂയ. മനുഷ്യൻ നിർത്തുകയില്ല. കാരണം എന്താ? ദൈവത്തിന് അവനെ കൊണ്ടുവന്ന് മാനിക്കാൻ പദ്ധതിയിടുമ്പോ ദൈവം ചിലയിടത്തുനിന്ന് ദൈവം നിന്നെ മാറ്റി നിർത്തും. അതേ ചിലർ മാറ്റി നിർത്തി എന്ന് പറഞ്ഞ് നിനക്ക് ലഭിക്കേണ്ട ചില അവസരങ്ങളെ ഒഴിവാക്കി കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നീ നിരാശപ്പെടരുത്. സ്തോത്ര. ഹല്ലേലൂയ. അതേ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇസ്രായേൽ തന്റെ 7 മക്കളെയും നിരനിരയായിട്ട് അവിടെ നിർത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ആരുടെ തലയിന്മേലും ആ അഭിഷേക തൈലത്തെ ഒഴിക്കുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർത്തില്ല. എന്നിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്, ശമൂവേൽ ഇസ്രായേലോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ മക്കളെല്ലാവരും കഴിഞ്ഞു. സ്തോത്രം. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, വളരെ നിന്ദിക്കുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ ഒരു യോഗ്യതയുമില്ല എന്നൊരു വാക്ക് അപ്പനിൽ നിന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇനി ഉള്ളവൻ ഇളയവൻ ആണെന്ന് ഉണ്ട്. അവൻ അപ്പന്റെ ആടുകളെ മേച്ച് വനാന്തരത്തിൽ ആയിരിക്കുന്നു. സ്തോത്രം. അവൻ ആടുകളെ മേയ്ക്കുകയാകുന്നു എന്ന് പറഞ്ഞു. അവിടെ കാണുവാൻ സാധിക്കുന്ന സമൂഹയോട് ആളയച്ച് അവനെ വിളിച്ചു വരുത്തുക. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ചില അവഗണനകൾ, ചില മാറ്റി നിർത്തികൾ എന്തിനാ സംഭവിക്കുന്നത്? ശത്രു നിന്നെ അത് മാറ്റി നിർത്തുന്ന പക്ഷേ ദൈവ പൈതലിനെ സംബന്ധിച്ച് അത് നന്മയ്ക്കാക്കി നിർത്തും. ചില അവസരങ്ങൾ നിന്റെ മുമ്പിൽ മാറിപ്പോയത്, ചില സാഹചര്യങ്ങൾ നിനക്ക് ലഭിക്കേണ്ടതിനെ ഹല്ലേലൂയ നിന്റെ അടുത്തേക്ക് വരാതോടെ മാറ്റി വിട്ടുവെങ്കിൽ അതിനെ നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അവനെ ആളയച്ച് വിളിച്ചു വരുത്തി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവന്റെ മേൽ അഭിഷേകം ചെയ്ത് ഈ സ്തോത്രം, ഈ ദാവീദിനെ ആണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്തോത്രം. ശമൂവേൽ ശൗൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് പ്രാപ്തിയില്ല. സ്തോത്രം. നീ കോമളനാ. ഹല്ലേലൂയ. അതെ, നീ ബാലനാണ്. ഈ ഫെലിസ്ത്യനോട് പോരാടുവാൻ നിനക്ക് പ്രാപ്തിയില്ല എന്ന് പറഞ്ഞ് സ്തോത്രം ഇവനെ അയോഗ്യനായിട്ട് അവിടെ എണ്ണുമ്പോഴും അവനെ പ്രാപ്തനാക്കി തീർത്ത ഒരു ദൈവമുണ്ട്. അഭിഷേകം പ്രാപിച്ച ശൗൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൻ വീണ്ടും വനാന്തരത്തിൽ അപ്പന്റെ ആടുകളെ മേയ്ക്കുവാനായിട്ട് കടന്നുപോയി. ഒരു ദിവസം അങ്ങനെ പോയി വരിക പതിവായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ബെത്ലഹേമിൽ പോയി വരിക പതിവായിരുന്നു. ആ ഒരു ടൈമിലാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേ സ്തോത്രം. ഫെലിസ്തർ എന്ത് ചെയ്യുന്നു? ഇസ്രായേൽ ജനതയ്ക്കെതിരായിട്ട് ദൈവത്തിനെതിരെ സ്തോത്ര അതേ അപമാനിക്കുന്ന അല്ലെങ്കിൽ നിന്ദിക്കുന്ന ഒരു അനുഭവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേ സ്തോത്രം. ആ ഒരു ടൈമിൽ തന്നെ ഇസ്രായേൽ തന്റെ മകനായ ദാവീദിനോട് പറയുന്നുണ്ട്, അതേ സ്തോത്രം, തന്റെ സഹോദരങ്ങൾ ഈ ഒരു പറമലരും അപ്പവും 10 എടുത്ത് പാളയത്തിൽ നിന്റെ സഹോദരന്റെ അടുക്കൽ വേഗം കൊണ്ടുവന്ന് കൊടുക്കുക. ഈ പാൽക്കട്ട 10 സഹസ്രാബ്ദത്തിന് കൊടുക്കുക. നിന്റെ സഹോദരന്റെ ക്ഷേമം ചോദിച്ച് ലക്ഷ്യവും വാങ്ങി വരിക. ശൗലും അവരും ഇസ്രായേലൊക്കെയും 7-ാം താഴ്വരെ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നു? ഫെലിസ്ത്യനോട് യുദ്ധം ചെയ്ത് നിൽക്കുന്ന ഒരു അനുഭവത്തെ സ്തോത്രം എന്ത് ചെയ്യുന്നു? അവിടെ ഇസ്രായേൽ ദാവീദിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്.
അങ്ങനെ ദാവീദ് പോകുന്ന ഒരു കാര്യമുണ്ട്. അധികാലത്ത് എഴുന്നേറ്റ് ആടുകളെ കാവൽക്കാരന്റെ പക്കൽ വിട്ടിട്ട്, തന്നെ ഏൽപ്പിച്ച ആടുകളെ എവിടെയെങ്കിലും വിട്ടിട്ട് പോകുകയല്ല. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവിടെയും തന്റെ ഉത്തരവാദിത്വം, തന്റെ വിശ്വസ്തത തക്ക സമയത്ത് തന്നെ താൻ നിറവേറ്റുന്ന ഒരു അനുഭവം അവിടെ കാണുവാൻ സാധിക്കുന്നു. അധികാലത്ത് താൻ എഴുന്നേൽക്കുവാനായിട്ട് ഇടയെ തീർന്നു. ആടുകളെ എന്ത് ചെയ്തു? കാവൽക്കാരന്റെ പക്കൽ വിട്ടിട്ട്. ഹല്ലേലൂയ. അതേ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അവിടെ തന്റെ വിശ്വസ്തതയെ ദാവീദ് തെളിയിക്കുവാനായിട്ട് ഇടയെ തീർന്നു. ഇന്ന് അനേകം പേരുടെ വിശ്വസ്തതകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ, ഉത്തരവാദിത്വങ്ങൾ ഇല്ലാതെ ഇരിക്കുമ്പോ ദാവീദ് ചെയ്ത ഒരു കാര്യമുണ്ട്. അപ്പന്റെ ആടുകളെ, അതേ ഇടയനില്ലാത്ത ആടുകളെ ആടുകളാക്കി വിട്ടിട്ട് പോകുകയല്ല, അപ്പന്റെ ആടുകളെ കാവൽക്കാരുടെ അടുക്കൽ വിട്ടിട്ട് പോകുവാനായിട്ട് ഇടയെ തീർന്നു. ഏൽപ്പിക്കേണ്ട ഇടത്ത് ഏൽപ്പിക്കുവാനായിട്ട് ഇടയായി എന്ന് കാണുവാൻ സാധിക്കുന്നു. ഇങ്ങനെ ദാവീദ് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെ സ്തോത്ര, ഇസ്രായേലിന് എതിരായിട്ട് എന്ത് ചെയ്യുന്നു? ഇസ്രായേൽ ജനത്തിനെതിരായിട്ട് ഫെലിസ്തർ എന്ത് ചെയ്യുന്നു? ഫെലിസ്തരുടെ നിരകളിൽ നിന്ന് പുറപ്പെട്ടുവെന്ന് മുമ്പിലത്തെ വാക്കുകൾ തന്നെ പറയുന്ന ദാവീദ് കേട്ടു. ഇസ്രായേൽ ജനതയെ നിന്ദിക്കുന്ന വാക്ക്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു? ദാവീദിന് അടങ്ങിയിരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ കൂടെയുള്ളവർ, കേട്ടവർ എന്ത് ചെയ്തു? ഈ വാക്കുകൾ കേട്ട് അവനെ കണ്ടപ്പോ, ആരാ? ഫെലിസ്ത മല്ലനെ കണ്ടപ്പോ ഇസ്രായേലൊക്കെ ഏറ്റവും ഭയപ്പെട്ട് അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. സ്തോത്രം. ഹല്ലേലൂയ. ഫെലിസ്തനാ നിൽക്കുന്നത്. അതേ സ്തോത്രം. ഫെലിസ്തൻ മല്ലനായിരിക്കുന്നു. ഗോലിയത്തിന്റെ വാക്കുകൾ അവൻ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോ ഇസ്രായേലിന് നിൽക്കുവാൻ കഴിയാതെ അവന്റെ വാക്കുകളുടെ മുമ്പിൽ അവർ ഭയപ്പെട്ട് ഓടിപ്പോകുവാനായിട്ട് ഇടയെത്തുന്നു. അതേ, ഒരു കൂട്ടം ഭയപ്പെട്ട് ഓടിപ്പോയപ്പോ ഒന്നിനും കഴിവില്ല, യോഗ്യതയില്ല എന്ന് പറഞ്ഞ ദാവീദ് അവന്റെ നേരെ ചെല്ലുവാനായിട്ട് ഇടയായി തീർന്നു. ആ ഭാഗമാണ് ഞാൻ വായിച്ചത്. അങ്ങനെ കയറി ചെല്ലുവാനായിട്ട്, മുൻപിലോട്ട് പോകുവാനായിട്ട് ഇടയായി തീർന്നപ്പോഴാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സ്തോത്ര. പിൻപന്മാരെ മുൻപിലാക്കുന്ന സർവശക്തനായ ദൈവം. സ്തോത്ര. ഹല്ലേലൂയ. അതെ, ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദാവീദിന്റെ മൂത്ത ജ്യേഷ്ഠനായിരിക്കുന്ന ഏലിയാബ് ഇത് കേട്ടിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അവനോട് കോപിക്കുവാനായിട്ട് ഇടയായി തീർന്നു. കോപിച്ചിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ ആ കുറെ ആടുകളുള്ളത് നീ ആരുടെ പക്കൽ വിട്ടിട്ട് പോന്നു? നിന്റെ അഹങ്കാരവും നികളവും എനിക്കറിയാം. പട കാണുവാനല്ലേ നീ വന്നത് എന്ന് പറഞ്ഞു. അവിടെ ഏറ്റവും അധികം താഴ്ത്തേണ്ട രീതിയിൽ ദാവീദിനെ താഴ്ത്തിക്കളയുവാനായിട്ട് ഇടയെത്തുന്നു. ഇവന്റെ അഹങ്കാരം കൊണ്ടാണ്. ഇവൻ ബാലനാണ്, ഇവൻ കോമള പവിഴ നിറമുള്ളവനാണ്. ഇതൊക്കെ ഉണ്ട്. ഈ കുഞ്ഞ് എന്തിനാ ഇതിന്റെ മുമ്പിൽ കയറി വന്നത് എന്ന് പറഞ്ഞ്, ഇത് ഇവന്റെ അഹങ്കാരം മാത്രമാണ്, ഇവന്റെ നിഗളം മാത്രമാണ് എന്ന് പറഞ്ഞ്, സ്തോത്രം, ഇവരെ താഴ്ത്തിക്കളയുവാനായിട്ട് ഇടയെത്തിരുന്നപ്പോഴും പിന്മാറിപ്പോകാത്ത ഒരു ദാവീദിനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്ര. അതേ സ്തോത്രം. ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇപ്പോൾ എന്ത് ചെയ്തു? ഒരു വാക്കല്ലേ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് അവൻ സ്തോത്രം മുന്നോട്ട് വരുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ദാവീദ് പറഞ്ഞ വാക്കുകളെ എന്ത് ചെയ്യുന്നു? ശൗൽ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. ശൗലും ഇവനെ എന്ത് ചെയ്യുന്നു? ഇതിനകത്തുനിന്ന് മാറ്റുവാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു അനുഭവമാണ് നാം ഇന്ന് ഈ വാക്ക് വായിച്ച. ദാവീദ് ശൗലിനോട്, ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട, അടിയൻ ചെന്ന് ഈ ഫെലിസ്ത്യനോട് അംഗം പൊരുതും എന്ന് പറഞ്ഞു. സ്തോത്രം. പ്രിയദേവമക്കളെ, എല്ലാരും ഭയപ്പെട്ട്, ഫെലിസ്തീനെ കണ്ട് ഭയപ്പെട്ട് ഓടിപ്പോയ ഇടത്ത് ദാവീദ്, ഹല്ലേലൂയ, അഭിഷേകം പ്രാപിച്ചതായ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെട്ടു പോകട്ടെ. സ്തോത്ര. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിലും സ്തോത്രം, ദൈവം നിയോഗിച്ച ദൈവ പൈതലേ, നിന്റെ മേൽ ഒരു ധൈര്യവും ദൈവം നിന്റെ മേൽ കൃപയും തന്നെ പലരും പരാജയപ്പെട്ടു പോകുന്നിടത്ത് ചിലതിനെ ജയിച്ചു കയറ്റുവാനുള്ള ദൈവത്തിന്റെ കൃപയെ ദൈവം നിന്റെ മേൽ പകരും. ഹല്ലേലൂയ. നിന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകം വന്നു കഴിഞ്ഞാൽ നീ മറ്റു പലരും ഭയപ്പെട്ടു ഓടുമ്പോ നീ ഭയപ്പെട്ടു പോകേല. നീ വിഷയത്തിന്റെ നേരെ ചെന്നിട്ട് അധൈര്യപ്പെട്ടിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുവാനായിട്ട് ഇടയായി തരാം. അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പൗലോസ് കൂടെ ഉള്ളവരെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. ജനം ഭയപ്പെട്ട്, കൂടെ ഉള്ളവർ ഭയപ്പെട്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട,
സ്തോത്രം നമ്മുടെ തലേന്ന് രോമം പോലും തൊഴിഞ്ഞു പോകുവാൻ കർത്താവ് ഇടയാക്കത്തില്ല. ഹല്ലേലൂയ. അഭിഷേകമുള്ളവന്റെ നാവിൽ നിന്ന് അധൈര്യപ്പെടുത്തുന്ന വാക്കുകളല്ല, അധൈര്യപ്പെട്ടിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുവാൻ വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ എത്രേ ദൈവം നമ്മുടെ മേൽ പകർന്നു തന്നത്. ആ പുത്രത്വത്തിന്റെ ആത്മാവ് പ്രാപിച്ചവേ വിഷയങ്ങളെ കണ്ട് ഭയപ്പെട്ടു ഓടുകയല്ല, വിഷയത്തിന്റെ നേരെ പാഞ്ഞു ചെന്ന് നിനക്കെതിരെ ശത്രു തൊടുത്തു വിടുന്ന തന്ത്രങ്ങളുടെ നേരെ ചെന്ന് അവയെ നീ ജയിക്കുവാനായിട്ട് ഇടയെത്തിര. ചിലതിനോട് പൊരുതുവാൻ, ചിലതിനോട് പോരാടുവാൻ, നിന്നിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയ ചിലതിനെ തിരിച്ചു പിടിച്ചു കൊണ്ടുവരുവാനായിട്ട് ദൈവത്തിന്റെ കൃപ ദൈവം നിന്റെ മേൽ പകരും. ഹല്ലേലൂയ. ചിലരൊക്കെ കണ്ട് ഭയപ്പെടും. ഓ, ഇവിടെ ഇന്ന് നിൽക്കാനായിട്ട് കഴിയത്തില്ല, ഈ വിഷയത്തെ എനിക്ക് തൊടാനായിട്ട് കഴിയത്തില്ല, ഈ വിഷയത്തെ എനിക്ക് ജയിക്കാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് അതേ വലിയ സൈന്യമാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പലതും ഓടി മാറുവാനായിട്ടിടയായി തീരുമ്പോ ദൈവം ചിലയിടത്ത് തന്നെ ഉപയോഗിക്കുവാനായിട്ടിടയത്തില്ല. അഭിഷേകം പ്രാപിച്ചവൻ പിന്മാറിപ്പോകേല, അഭിഷേകം പ്രാപിച്ചവൻ ഹല്ലേലൂയ പിറകിലേക്ക് പോകേല, അവൻ മുൻപിലേക്ക് കുതിക്കുവാനായിട്ട് ഇടയായിത്തീര. അവന്റെ സ്തോത്ര വഴി നിൽക്കുന്ന ഏത് പ്രശ്നത്തെയാ അവൻ ജയിക്കുവാനായിട്ടിടയത്തിര. ദൈവവചനത്തിൽ കാണുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തര ഞാൻ സകലത്തിലും മതിയായിത്തീര. ഇന്ന് ഈ ശബ്ദം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മെ ശക്തി കൊണ്ട് അരമുറുക്കുകയും നമ്മുടെ വഴികളെ കുറവുകളെ തീർത്തു തരുന്ന ദൈവം. ഹല്ലേലൂയ. മനുഷ്യർ പല കുറവുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് നിനക്ക് കഴിയത്തില്ല, നിനക്ക് പ്രാപ്തിയില്ല, നിനക്കിതിനെ ജയിക്കുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് സ്തോത്ര മാനുഷികമായ യോഗ്യതകളെ കണ്ട് നിന്നെ താഴ്ത്തി കളയുമ്പോ, അവഗണിച്ചു കളയുമ്പോ നിന്റെ വഴിയിലെ കുറവുകളെ തീർത്തു തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തന്റെ ജനത്തിന് സമാധാനം നൽകും. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കൃപ ഹല്ലേലൂയ നിന്റെ മേൽ പകർന്നു തന്ന് ചിലതിനെ ജയിച്ചു കയറുവാൻ ആവശ്യമായ ദൈവത്തിന്റെ ശക്തി ഈ പകൽക്കാലം നിന്റെ മേൽ പകരുക. കഴിഞ്ഞ ദിനങ്ങളിൽ നീ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നീ സ്തോത്രം ഡൗൺ ആയിപ്പോയ സാഹചര്യങ്ങൾ കാണുമായിരിക്കാം, ഭയപ്പെട്ടവരുടെ കൂട്ടത്തിൽ നീ ഭയപ്പെട്ട അനുഭവങ്ങൾ കാണുമായിരിക്കാം. എന്ന ഈ ശബ്ദം കേൾക്കുമ്പോ നിങ്ങളുടെ മേൽ സ്തോത്ര ആ ഭയത്തെ എടുത്തു മാറ്റിക്കൊണ്ട് അതേ സ്തോത്രം ധൈര്യപ്പെടുത്തുന്ന ദൈവത്തിന്റെ കര. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു പോകേണ്ട, ഞാൻ നിന്റെ ദൈവമാക്കുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ നീതിയുള്ള വലംകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അതേ നമ്മെ ശക്തീകരിക്കുന്ന, നമ്മെ സഹായിക്കുന്ന, നമ്മെ സ്തോത്ര ഹല്ലേലൂയ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. നിന്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുവാനായിട്ടിടയായിത്തീരും. എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ചലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. പ്രിയ ദൈവത്തിലേ, നീ ചിലത് ചാടിക്കടക്കും, നിന്റെ കുടുംബം ചിലത് ചാടിക്കടക്കും, നിന്റെ തലമുറകൾ ചിലത് ചാടിക്കടക്കും. ഹല്ലേലൂയ. ഒരു ശത്രുവിനും നിന്നെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. നീ സ്തോത്ര ഹല്ലേലൂയ യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ എന്നറിളി ചെയ്തുവെങ്കിൽ പ്രിയ ദൈവ പൈതലേ, യുദ്ധത്തിനു വേണ്ടി സർവ്വസൈന്യാധിപനായിരിക്കുന്ന, സർവശക്തനായിരിക്കും അതേ യോദ്ധാവായിരിക്കുന്ന ദൈവം നിനക്ക് മുൻപായിട്ട് ഇറങ്ങി വരും. ഹല്ലേലൂയ. നീ നിന്നു കൊടുക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ശത്രുമണ്ഡലത്തെ തകർക്കുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം ശൗലിനോട് സ്തോത്രം ശൗൽ ദാവീദിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഫെലിസ്ത്യനോട് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല. നമ്മെ പ്രാപ്തനാക്കുന്ന ദൈവത്തെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ ശൗൽ പറഞ്ഞു, നിനക്ക് ഈ മനുഷ്യനോട് പൊരുതുവാനായിട്ടുള്ള പ്രാപ്തിയൊന്നുമില്ല, കഴിവില്ല. അവൻ ആരാ? ആ ശത്രുവിനെ വലുതായിട്ട് പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരിതാണ് സ്തോത്ര, നമ്മൾ ആരാണ്, അല്ലെങ്കിൽ സ്തോത്രം നമ്മളിലുള്ളത് ആരാണെന്ന് ചെറുതായിട്ട് കണ്ടിട്ട് നമ്മുടെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന വിഷയത്തെ വലുതായി വലുതായി നാം പൊക്കി കയറ്റുമ്പോ പ്രിയ ദൈവ പൈതലേ സ്തോത്രം ഹല്ലേലൂയ, നമ്മളിലുള്ളവ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനത്രേ. സ്തോത്ര ഹല്ലേലൂയ. ജയിച്ച കർത്താവ് നമ്മുടെ കൂടെയുള്ളത്. സ്തോത്ര. അതേ സ്തോത്ര പരാജയപ്പെട്ട ശത്രുവിന്റെ പേരിനെ നാം ഉയർത്തിപ്പിടിക്കുമ്പോ അതേ സ്തോത്ര ഈ പകൽക്കാലം ആ ഒരു അനുഭവത്തെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റുക. നിനക്ക് ജയം തന്ന ജയിച്ച കർത്താവ് നമ്മുടെ കൂടെയുള്ളത്. ആ കർത്താവ് നിനക്ക് ജയം തരുവാനായിട്ട് ഇടയായിത്തീരും. അതേ ഇവിടെ പ്രാപ്തിയില്ല, നീ ബാലനത്രേ, അവനോ ബാല്യൻ മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞപ്പോ അതേ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു
പ്രാവശ്യം എന്റെ നേരെ ഒരു സിംഹവും കരടിയും ആടുകളെ പിടിച്ചു കൊണ്ടുപോകുവാനായിട്ട് വന്നു. അവയുടെ നേരെ ഞാൻ ചെന്ന് അവയുടെ വായിൽ നിന്ന് എന്റെ കൂട്ടത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയ ആട്ടിനെ ഞാൻ തിരിച്ചു പിടിച്ചു കൊണ്ട് വരുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്ര. അവ എന്റെ നേരെ വരുവാനായിട്ട് ഇടയായി തീർന്നപ്പോ ഞാൻ അതിനെതിരെ ചെന്ന് എന്റെ താടിയലിന് പിടിച്ചതിന് കൊന്നു കളയുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ഒരു അനുഭവം തന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. അതേ സ്തോത്രം. തന്റെ സ്വന്തം ശക്തി കൊണ്ടോ കഴിവ് കൊണ്ടോ താൻ ജയിച്ചെന്നല്ല അവിടെ പറയുന്നത്. അവിടെ 37 വാക്യത്തിൽ പറയുന്നു, ദാവീദ് സിംഹത്തിന്റെ കയ്യിൽ നിന്ന് കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, കഴിഞ്ഞ നാളുകളിൽ നിന്നെ തകർത്തു കളയുമെന്ന് പറഞ്ഞ് നിന്റെ മുമ്പിൽ കടന്നു വന്ന ചില പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന്, ചില അനർത്ഥങ്ങളുടെ നടുവിൽ നിന്ന് ദൈവം നിന്നെ വിടുവിച്ചുവെങ്കിൽ ഇന്ന് നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ചില വിഷയത്തിനകത്ത് നിന്ന് എന്റെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വിജയം തരും. ഹല്ലേലൂയ. ഇത് നമ്മുടെ കഴിവ് കൊണ്ട് കഴിയത്തില്ല. ദാവീദ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്നെ അതിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചതായ ദൈവം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഉറപ്പ് പ്രാപിക്കുക. സ്തോത്ര. ഹല്ലേലൂയ. അതെ, നിന്നെ ചിലതിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചുവെങ്കിൽ ഈ പകൽക്കാലം ഹല്ലേലൂയ ചിലതിനകത്ത് നിന്ന് ദൈവം നിന്നെ വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീര. നിന്നെ തകർത്ത് കളയുവാൻ വെല്ലുവിളിക്കുന്ന ചില ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്ന്, ചില ഗോലിയാത്തന്മാരുടെ മല്ലന്മാരായിരിക്കുന്ന ചില ഗോലിയാത്തന്മാരെ തകർത്തുകൊണ്ട് ജയിക്കുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ എവിടെ നിന്ന്? എന്റെ ദൈവത്താ. എന്റെ ദൈവം ഫെലിസ്ത്യൻ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഹല്ലേലൂയ. അവന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കും. നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദാവീദ് ആ ഫെലിസ്ത്യനെ എറിഞ്ഞു വീഴ്ത്തുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്ര. അതേ, പ്രാപ്തിയില്ല എന്ന് പറഞ്ഞ്, നിനക്ക് കഴിവില്ല എന്ന് പറഞ്ഞ ഇടത്ത് ആ സ്തോത്ര ഇസ്രായേൽ ജനം അവനെ കണ്ടു ഭയപ്പെട്ട് ഓടുവാനായിട്ട് ഇടയായി തീർന്നിട്ട് ആ ഫെലിസ്ത്യനെ ജയിക്കുവാൻ ദാവീദിനെ ദൈവം പ്രാപ്തനാക്കി നിർത്തിയെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറ മേൽ ശത്രു കൊണ്ടുവന്ന ചിലതിനെ ജയിക്കുവാൻ നീ ഭയപ്പെട്ട് മാറിപ്പോകുകയല്ല. ചിലതിനെ ജയിക്കുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപയെ, ദൈവത്തിന്റെ ശക്തിയെ പരിശുദ്ധാത്മ നിന്റെ മേൽ പകരുന്ന പ്രഭാതമത്രേ. സ്തോത്ര. ഹല്ലേലൂയ. നീ ക്ഷീണിച്ചു പോകണ്ട. ഞാൻ എത്ര നാൾ ഇതിനകത്ത് കരയണം, എത്ര നാൾ ഇതിനകത്ത് കൂടി കടന്നു പോകണം, ഈ വിഷയം വലുതാണല്ലോ, ഞാൻ എങ്ങനെ ജയിക്കും ഹല്ലേലൂയ എന്നോർത്ത് നിരാശപ്പെടുന്ന ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്നെ ശക്തനാക്കുന്ന ദൈവം ക്രിസ്തു മുഖാന്തരം ആ ക്രിസ്തുവിന്റെ ശക്തി ഹല്ലേലൂയ നിന്റെ മേൽ പകർന്നു തന്നെ നിന്നെ ജയത്തോടെ പുറത്തെടുക്കുവാനായിട്ടിടയെത്തിരും. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ആ വെല്ലുവിളിച്ച ഫെലിസ്ത്യനെ ജയിക്കുവാൻ ദാവീദിനെ ദൈവം കൃപ കൊടുത്തു, പ്രാപ്തനാക്കി നിർത്തിയെങ്കിൽ നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ഏത് വിഷയമാക്കട്ടെ അതിനെ ജയിക്കുവാൻ ഈ പകൽക്കാലം ദൈവം തന്റെ ശക്തി തന്ന്, ദൈവം തന്റെ കൃപ തന്ന് ദൈവം നിന്നെ പ്രാപ്തനാക്കി നിർത്തും. അയോഗ്യനായി കാണുന്നവരെ അതേ യോഗ്യന്മാരാക്കി തീർക്കുന്ന ദൈവം, മനുഷ്യർ തള്ളിക്കളയുന്നതിനെ അതേ മുൻപന്തി കൊണ്ടുവരുന്ന ഒരു ദൈവ, മനുഷ്യർ താഴ്ത്തിക്കളയുന്നതിനെ ഉയർത്തുന്ന ഒരു സർവശക്തനായ ദൈവ. ഈ പ്രഭാതത്തിൽ സ്തോത്ര. ഹല്ലേലൂയ. അതേ, പല അവസരങ്ങളും നിന്റെ മുമ്പിൽ ശത്രു അടച്ചു കളഞ്ഞുവെങ്കിലും ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിന്നെ ശക്തനാക്കുന്ന ഒരു ദൈവത്താ, നിന്നെ ശക്തനാക്കുന്ന ദൈവത്താ ഈ പ്രഭാതത്തിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങളെ നീ ജയിക്കുവാനായിട്ടിടയത്തിനും ദൈവം നിന്നെ അതിനെ പ്രാപ്തനാക്കി മാറ്റും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങളിലേക്ക് തരുന്നുപ്പാ. മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന പ്രശ്നങ്ങളെ, രോഗങ്ങളെ, പ്രതിസന്ധികളെ കർത്താവേ, ഏത് വിഷയമാണോ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ ഇവരെ കൂടെയുള്ളവർ നിന്ന് ഭയപ്പെട്ടു ഓടി മാറിയോ, ആ വിഷയത്തിന്റെ നേരെ പാഞ്ഞു ചെന്ന് അപ്പൊ അതിനെ ജയിക്കുവാൻ കർത്താവേ അങ്ങുടെ ജനത്തിന് ഈ പകൽക്കാലം അങ്ങുടെ ശക്തി കൊടുക്കണമേ, പ്രാപ്ത
പ്രാപ്തരാക്കി തീർക്കുന്ന ദൈവത്തിന്റെ കര, പ്രാപ്തനാക്കി നിർത്തുന്ന ദൈവത്തിന്റെ കര, യേശുവിന്റെ നാമത്തിൽ അങ്ങോട്ട് ജനം ചിലതിനെ ജയിക്കട്ടെ കർത്താവേ. ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ വെളിപ്പെടട്ടെ കർത്താവേ. അവരുടെ പ്രാർത്ഥന വിഷയങ്ങളുടെ നടുവിൽ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ചലിക്കണം. അവരുടെ കൈകൾക്ക് ദൈവ ശക്തി കൊടുക്കണം. അവരുടെ മനസ്സുകൾക്ക് ദൈവ ശക്തി കൊടുക്കണം. എവിടെയാണ് അവർ ക്ഷീണിച്ചു പോയത്, എവിടെയാണ് അവരെ തളർത്തുവാൻ നിന്നാ വാക്കുകൾ വന്നത്, ഇവരെ പ്രാപ്തിയില്ല എന്ന് പറഞ്ഞത്, അവിടെ പ്രാപ്തനാക്കി നിർത്തി ശത്രുഗണത്തെ തകർക്കുവാൻ തന്റെ ജനത്തെ അവിടെ നിന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയത്തിന്റെ കൊടി യഹോവ നിസ്സിയായി കൂടെ ഇരുന്ന് ദൈവം അവരെ ശക്തീകരിക്കണമേ, ജയം കൊടുക്കണേ, പ്രാപ്തരാക്കി നിർത്തണമേ. സ്വർഗ വലിയ ചെയ്യുന്നതിനായി സ്തോത്ര. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്ര. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.